നമസ്കാരം. ഇന്ത്യയുമായി 25% അധിക നികുതി താരിഫ് ചുമത്തി യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യ മറുപടി നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ബ്ലൂംബർഗ് പറയുന്ന റിപ്പോർട്ട് പ്രകാരം F-35 സൂപ്പർസോണിക് സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിന് കഴിഞ്ഞ മാസങ്ങളിൽ അനൗദ്യോഗികമായ ചർച്ചകൾ നടന്നിരുന്നു. അത്തരം വിമാനങ്ങളും ആയുധങ്ങളും അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചതായി ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. അമേരിക്ക ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ മേൽ F-35 പോലെയുള്ള സൂപ്പർസോണിക് സ്റ്റെൽത്ത് വിമാനങ്ങളും അതുപോലെ മറ്റു വൻ ആയുധങ്ങളും സമ്മർദ്ദം ചെലുത്തി വാങ്ങുന്നത് അവരുടെ ആയുധ കയറ്റുമതിയും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയുടെ വളർച്ചയും കൂട്ടുന്നതിന് വേണ്ടിയാണ്. ആ നീക്കം ഇന്ത്യ ഇനി സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ കാഴ്ചപ്പാടിനനുസൃതമായിട്ടുള്ള ആയുധങ്ങൾ റഷ്യയുടെ കയ്യിലുണ്ടെന്നും റഷ്യയിൽ നിന്നും ഇന്ത്യ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. കൂടാതെ അമേരിക്ക പാകിസ്ഥാനുമായി അടുക്കുന്നതും പാകിസ്ഥാന് കൂടുതൽ സഹായങ്ങളും അതുപോലെ തന്നെ അവരുടെ എണ്ണ വികസനത്തിനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്കും അമേരിക്ക മുൻകൈയെടുക്കുന്നത് ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യയുടെ ദേശീയതയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും എതിരാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ആയുധങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റു തീരുമാനങ്ങളും ഇന്ത്യ ഇനി പെട്ടെന്ന് ഉൾക്കൊള്ളുമോ അതല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഗതിയാണ്. മാത്രമല്ല, ഇന്ത്യ തദ്ദേശീയമായി തന്നെ ഇത്തരത്തിലുള്ള ആയുധങ്ങളും വിമാനങ്ങളും വികസിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ആയുധങ്ങളായിരിക്കും ഇന്ത്യയിൽ കൂടുതലായും ഉപയോഗിക്കുക എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. F-35 വിമാനങ്ങൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിന് ഔദ്യോഗിക ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, മാർച്ച് മാസത്തിൽ വ്യോമസേന മേധാവി വ്യക്തമാക്കിയത് ഔദ്യോഗികമായിട്ട് ഇന്ത്യ അത്തരമൊരു ചിന്തയെ തന്നെ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അനൗദ്യോഗികമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരു F-35 വിമാനത്തിന് $80 മില്യൺ ചെലവ് വരുന്നത്. ഇത് നിർമ്മിക്കുന്ന ലോക്ക് ഹീൽ മാർട്ടിൻ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് അമേരിക്ക തന്നെ 48 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഓർഡറുകൾ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് അമേരിക്കൻ വ്യോമസേന അത് 24 ചുരുക്കി. ഇതിൽ തന്നെ 17 എണ്ണമാണ് അമേരിക്കൻ കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചതെങ്കിലും 12 എണ്ണമാക്കി വീണ്ടും പെന്റഗൺ അതിന്റെ ഓർഡർ ചുരുക്കുകയും ചെയ്തിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്.